ഞാൻ ഈ വർഷം കണ്ടതിൽ ഏറ്റവും അടിപൊളി സിനിമ. ഹായ് ഗൈസ്, വെൽക്കം ടു ഹെലൻ റിയാക്സ്. വിനയ് ഫോർട്ട്, സാരിൻ ഷിഹാബ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ആനന്ദ് ഏകർഷി എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ആട്ടം. സിനിമ തുടങ്ങിയപ്പോൾ തന്നെ നാടകത്തിൻ്റെ ഒരു സെറ്റപ്പിലാണ് സിനിമ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയൊരു സസ്പെൻസ്, അല്ലെങ്കിൽ ആ സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവുകയാണ്. അതിൽ അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഏറ്റവും സേഫ് ആൻഡ് കംഫർട്ട് എന്ന് അവർ വിചാരിച്ചൊരു സ്പേസിൽ അവർക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുകയാണ്. പിന്നെ അതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളും എങ്ങനെയാണ് അവർക്ക് അത് ഉണ്ടായത്, ആരാണ് അത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളുമാണ്. പിന്നെ സിനിമയുടെ പ്ലോട്ട് അങ്ങനെയാണ് പിന്നെ സിനിമ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഓക്കെ, ഇനി സിനിമയെ പറ്റി പറയാനാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ത്രില്ലർ മൂവി. വലിയ BGMകളില്ലാതെ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് ഹൈപ്പ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു വലിയ എന്താ പറയുക, ഒരു അടിപിടി ഇടി ബഹളമൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് വളരെ ക്രൂഷ്യലായ ഒരു സിറ്റുവേഷൻ ഫണ്ണി ആയിട്ടും സീരിയസ് ആയിട്ടും മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിനിമയാണ് ആട്ടം. അതിൽ ഉള്ള മെയിൽ ക്യാരക്ടേഴ്സ് ആയാലും ഫീമെയിൽ ലീഡ് ചെയ്ത സാരിൻ ഷിഹാബ് ആയാലും വളരെ അടിപൊളിയായിട്ടാണ് ആക്ട് ചെയ്തേക്കുന്നത്. എല്ലാവരുടെ അഭിനയം, വിനയ് ഫോർട്ട്, കൂടെ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ടിങ് വൈസ്, സിനിമയുടെ കഥ വൈസ്, ഡയറക്ഷൻ വൈസ്, അതിൻ്റെ മേക്കിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരിട്ട് കാണുന്ന പോലെ തന്നെയായിരുന്നു ആ സിനിമ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോയത്. പിന്നെ അതിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മൾ ചില സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുടെ സാഹചര്യങ്ങൾ മറന്ന് നമ്മൾ സെൽഫിഷ് ആവുന്ന ചില അവസ്ഥകളുണ്ടല്ലോ. അത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മനുഷ്യന്മാരാണ്. അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ. പിന്നെ എനിക്ക് അതിലൊരു സീനിൽ വണ്ടികളൊക്കെ ഒളിപ്പിച്ച് മാറ്റി വെച്ചൊരു സീനുണ്ടായിരുന്നു. ആ ഒരു സീനൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ അവിടെ ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്നൊക്കെ മാറിപ്പോയി നിൽക്കുന്ന കുറേ സിറ്റുവേഷൻസൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു പക്ഷെ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതൊക്കെ വളരെ നൈസായിട്ടാണ് അതിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോയത്. പിന്നെ വലിയൊരു പ്രശ്നത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴും പലരുടെ ഒപ്പീനിയൻ പറയുന്നതിൻ്റെ കൂടെ അവരുടെ ഡബിൾ സ്ട്രാൻഡ്സും കാണിച്ചു തന്നൊരു സിനിമയാണ് ആട്ടം. അതിൽ വളരെ നല്ല മുഖംമൂടി അണിഞ്ഞ ചില ആളുകൾ അവർ ശരിക്കും എങ്ങനെയാണെന്നുള്ളത് വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ ആ സിനിമയിൽ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് ഈ പെൺകുട്ടീനെ ഉപദ്രവിച്ച കാര്യം പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ ദേഷ്യത്തോടെ റേജായിട്ട് സംസാരിക്കുന്ന ഒരാൾ രാത്രി എന്താണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ അതിൽ ചില സീൻസൊക്കെ അവതരിപ്പിച്ചു പോകുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പുറത്തൊരു സ്വഭാവം കാണിച്ച് അകത്ത് വേറെ ഒരാളായിട്ട് നടക്കുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആട്ടത്തിന് ഒരുപാട് നല്ല റിവ്യൂസും ഒരുപാട് ഫാൻസും ഉണ്ടായത്. അതിൽ വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടർ ഈ ഫീമെയിൽ ലീഡിനെ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അവസാനം എത്തുമ്പോൾ അയാളൊരു ചെറ്റത്തരം പറഞ്ഞ് പുള്ളിയുടെ ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ശരിക്കും അത് കാണുമ്പോൾ എനിക്കത് കണ്ടിട്ട് ചിരിയാണോ സഹതാപമാണോ അതോ എനിക്ക് എന്താ ദേഷ്യമാണോ എനിക്ക് എന്താ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ഒരു ഡയറക്ടറിൻ്റെ വിക്ടറി. അതിനെ നോക്കുമ്പോൾ ആനന്ദ് ഏകർഷി എന്ന് പറഞ്ഞ ഈ ഒരു ഡയറക്ടർ വളരെ ഭംഗിയായിട്ടാണ് ആ സിനിമ ചെയ്തേക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദ ടീം. ഈ വർഷം ഞാൻ കണ്ടു തുടങ്ങിയ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ട് ആട്ടം മാറി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.